ദിവാകരൻ. ഞാൻ ഓരോരുത്തരായിട്ട് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. സാറ് ശ്രീജിത്ത് IPS ADGP, ഈ പടത്തിൻ്റെ സിംഗറാണ്. ഇപ്പം നിങ്ങൾ കേട്ട മനോഹരമായിട്ടുള്ളൊരു സോങ് പാടിയിരിക്കുന്ന സാറാണ്. ഇത് MA റഹീം മാർബൺ കമ്പനിയുടെ സാറാണിത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, മാർബൺ സ്റ്റുഡിയോയുടെ ബാനറിൽ. അദ്ദേഹം തന്നെ ഇതിനകത്തൊരു മനോഹരമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പത്മരാജൻ എന്ന് പറയുന്നൊരു മനോഹരമായിട്ടുള്ളൊരു കഥാപാത്രം. അദ്ദേഹം ഒരു പുതുമുഖമാണ്. ഒത്തിരി സിനിമാ മോഹങ്ങളൊക്കെ ആയിട്ട് വന്നതിന് ശേഷം ബിസിനസ്സിലേക്ക് പോയതിന് ശേഷമാണ് സിനിമയിലേക്ക് എൻട്രി ആവുന്നത്. എൻ്റെ ഈ വശത്തിരിക്കുന്നത് സിബു സുകുമാരൻ. ഒത്തിരി സിനിമകൾക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ള ആളാണ്. ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. സിബു ആണ് ഇതിൻ്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ അഞ്ജലി അമീർ. അഞ്ജലിയെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. ഒത്തിരി സിനിമകൾ ചെയ്തതാണ്. ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു പ്രത്യേകത കൂടിയുണ്ട്. അഞ്ജലി ആദ്യമായിട്ട് ഒരു മുഖ്യ കഥാപാത്രം ചെയ്യുന്ന ഒരു ചിത്രമാണിത്. അത് പ്രേക്ഷകരെങ്ങനെ സ്വീകരിക്കും എന്നുള്ള മാർച്ച് 1 വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ പ്രീതി ക്രിസ്റ്റീന പോൾ. പ്രീതി ഫസ്റ്റ് ടൈമാണ് മലയാളത്തിൽ. 4ഓളം തമിഴ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ശ്രീധീരെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സിനിമ എന്ന് പറയുന്നത് സമുദ്രകന്യയുടെ അപ്പ എന്ന് പറയുന്ന സിനിമയിൽ മെയിൻ ക്യാരക്ടറായിരുന്നു. സമുദ്രകന്യയുടെ വൈഫായിട്ട് അഭിനയിച്ചാണ്. ശ്രീധിയുടെ ഫസ്റ്റ് മലയാള പടമാണ് ദ സ്പോയിൽസ്. പിന്നെ ആ സിനിമ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കും, 5 മിനിറ്റുള്ള ഒരു സിംഗിൾ ടേക്കാണ്. ആ ഒരു ഷോട്ടിലാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ സിനിമ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു 5 മിനിറ്റുള്ള ഒരൊറ്റ ഷോട്ടിൽ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക, അല്ലെങ്കിൽ പ്രേക്ഷകർ പറയട്ടെ. അതിൽ ആ ഒരു സീനിൽ ചെയ്തിരിക്കുന്നത് പ്രിനുവാണ്. പിന്നെ റിജുറാമോ ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ട്. സീരിയലിലൊക്കെ ഒരുപാട് പരിചയമുണ്ട്. അങ്ങനെ അതുകൂടാതെ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് പേര്, അഖിൽ കൗലൂര്, അങ്ങനെ ഒത്തിരി പേര് സിനിമയിൽ പരിചിതവും മീഡിയയിലും ഒക്കെ പരിചിതമുള്ള സുഹൃത്തുക്കൾ. അതുകൂടാതെ ഒരുപാട് പുതുമുഖങ്ങളും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഒരു പ്രോത്സാഹനം കാര്യങ്ങളും മാർച്ച് 1 ചിത്രം തിയേറ്ററിലേക്ക് വരികയാണ്. നമ്മൾ ഇപ്പോൾ ഒരുപാട് എന്താ പറയുക, തിയേറ്ററിൽ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും മാർച്ച് 1 തന്നെ നമുക്ക് ചിത്രം തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഇന്നിപ്പോൾ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവണം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചിത്രത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സുഹൃത്തുക്കളെ, എൻ്റെ ആദ്യത്തെ സിനിമ പാട്ട്. ഇതൊരു വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു സിനിമയാണ്. അതിനകത്ത് അതിനെ പറ്റുന്ന ശബ്ദമാണ് എന്നെ തോന്നിയിട്ടാണ് എന്നെ കൊണ്ട് പാടിച്ചതെന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് നല്ല അനുഭവമായിട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എല്ലാവരും ജനസമക്ഷത്തൊന്നും ജനങ്ങളെ സ്വീകരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇതിൽ പ്രത്യേകിച്ച് ഇതുവരെ കൈകാര്യം ചെയ്യാത്തൊരു പ്രത്യേക രീതിയിലുള്ള പ്രമേയം, അതായത് ജെറിയാട്രിക് കെയർ. ഒരുപാട് പേര് അനാഥരാക്കപ്പെടുന്ന വയോധികരെ ഒന്നിച്ച് നോക്കുന്ന ഒരു സർക്കാർ സ്ഥാപനം. ആ സ്ഥാപനത്തെ അധികരിച്ചാണ് ഈ കഥ വെച്ചുകൊടുന്ന് വരുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടും ഒരുപാട് ആൾക്കാരുടെ മനസ്സിനെ സ്പർശിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഒരു ത്രില്ലർ എന്നൊന്നും പറയാനില്ലെങ്കിലും ഒരുപാട് ഹൃദയസ്പൃക്കായിട്ടുള്ള നിമിഷങ്ങൾ ഉള്ള ഒരു നല്ല സിനിമ എല്ലാവരുടെയും മുമ്പിൽ സമർപ്പിക്കുകയാണ്. അതിനകത്ത് ഇങ്ങനെ ഒരു ഭാഗമാക്കാൻ കഴിഞ്ഞാൽ എൻ്റെ സന്തോഷം ഞാൻ അറിയിച്ചു. നമസ്കാരം. വളരെ ചെറുപ്പം മുതൽ തന്നെ ഒരുപാട്
അഭിനയമോഹം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ നാടകത്തിൽ അഭിനയിച്ചോ അല്ലെങ്കിൽ അഭിനയ ക്ലാസ്സുകളിൽ പോയിട്ടോ അങ്ങനെയുള്ള അനുഭവമൊന്നും എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മഞ്ജിത്ത് അൺഎക്സ്പെക്റ്റഡായിട്ട് കണ്ടപ്പോഴാണ് ഈ സിനിമയുടെ ഒരു പ്രമേയം പറയുന്നത്. അതിനുശേഷം സാർ തന്നെ ഇത് ചെയ്താൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വലിയൊരു അതിശയമായിട്ട് തോന്നി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് നിൽക്കുമോ ഇങ്ങനൊരു കഥാപാത്രം എന്നും എനിക്ക് വളരെ ഉള്ളിലൊരു വലിയൊരു വേവലാതി പോലെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ എപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തോട് പറയുന്നത് പോലെ തന്നെ എൻ്റെ ആഗ്രഹം സഫലീകരിക്കണം, എല്ലാ അർത്ഥത്തിലും ഈ കഥാപാത്രത്തെ എന്നിലേക്ക് ആവാഹിക്കുവാനുള്ള ശക്തി എനിക്ക് തരണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടോ മേക്കപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പത്മരാജനായിട്ട് മാറുകയായിരുന്നു. ഇതിൻ്റെ വർക്കിൽ പങ്കെടുത്ത എല്ലാവർക്കും അറിയാം, ഈ 2 ഷെഡ്യൂളായിട്ടാണ് ഇത് കഴിഞ്ഞെങ്കിലും ഇതിൻ്റെ ഷൂട്ട് കഴിയും വരെ ആ പത്മരാജൻ എന്നുള്ള കഥാപാത്രം വിട്ട് ഞാൻ പോയിട്ടേ ഇല്ല. അത് ഞാൻ വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ കേട്ട് കാണുക ഈ ചിത്രത്തിലെ ഈ ഗാനം, അത് എന്തുകൊണ്ടും എന്തോ ദൈവനിശ്ചയം പോലെ ഈ സിനിമയുടെ ആത്മാവായിട്ട് മാറി ആ ഗാനം. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതിന് ഒരുപാട് നന്ദി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ ഞാൻ സാറിനോട് പറയുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ രചന നിർവഹിച്ച സുനിൽ ചെറുകടവ് എന്ന് പറയുന്ന അദ്ദേഹം അസിസ്റ്റൻ്റ് കമ്മീഷണറാണ് ഇപ്പോൾ. അദ്ദേഹത്തിനും ഞാൻ നന്ദി അറിയിക്കുന്നു. ഒപ്പം അതിനനുസരണമായിട്ടുള്ള മ്യൂസിക്കിലൂടെ വളരെ സമർത്ഥമായിട്ട് അതിൽ സമന്വയിപ്പിച്ചെടുത്ത നമ്മുടെ സിബുവിനും നന്ദി അറിയിക്കുന്നു. മറ്റ് എല്ലാ ക്രൂവിനും, അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മാധ്യമ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ കുഞ്ഞു പടം നിങ്ങൾ വിജയിപ്പിക്കണം പ്ലീസ്. നന്ദി, നമസ്കാരം. സാറിനകത്ത് സാറ് സിനിമ കണ്ടു, സീത സാർ സിനിമ കണ്ടിരുന്നു. അപ്പം അതിൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള രീതിയിൽ 1995 ട്രിവാൻഡ്രത്ത് ജനറൽ ഹോസ്പിറ്റലിലെ ഒരു ന്യൂസ് നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ തന്നെയാണ് അത് പുറത്തുവിട്ടത്. ആ പുറത്തുവിട്ടതിൻ്റെ ബേസ് ചെയ്തിട്ട് അതിൽ നിന്നിട്ടാണ് ഈ ഒരു സബ്ജക്റ്റ് ഞാൻ വർക്ക് ചെയ്തത്. എന്നോടൊപ്പം ഒരു കോഡ് റൈറ്റർ കൂടിയുണ്ട്, അനന്തു ശിവൻ. അപ്പോൾ അതിൽ നിന്നിട്ടാണ് ആ ഒരു സബ്ജക്റ്റ് പ്ലാൻ ചെയ്തത്. അത് ഒത്തിരി ഇഷ്യൂസ് ആയൊരു സംഭവമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രായമായ ആൾക്കാരെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടിട്ട് ബന്ധുക്കളായാലും അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആരും ആയിക്കട്ടെ അച്ഛനെയും അമ്മമാരെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. പിന്നെ അവർക്ക് നോക്കാൻ പറ്റാതെ അങ്ങനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഏകദേശം 100 കണക്കിന് ആൾക്കാരോളം ആ ഹോസ്പിറ്റലിൽ കണ്ടെത്തുകയും അത് പിന്നെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലാണെങ്കിലും മറ്റുള്ള മെഡിക്കൽ കോളേജിലാണെങ്കിലും അത് ന്യൂസ് ആയതിനു ശേഷം ഗവൺമെൻറ് ഇടപെടുകയും അതിൻ്റെ ബേസ് ചെയ്തിട്ട് അവരൊത്തിരിത്തോളം ആൾക്കാരെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട പരിചരണം കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് മുൻകൈ എടുക്കുകയും പല സംഘടനകൾ അവരെ ഏറ്റെടുക്കുകയും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ട്രിവാൻഡ്രത്ത് ജനറൽ ഹോസ്പിറ്റലിൽ പോകുന്നവർക്ക് അറിയാം, എത്ര പേർക്കുണ്ടോ അറിയുമെന്ന് എനിക്കറിയില്ല. അവിടെ ഇങ്ങനെയുള്ള ആൾക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വാർഡ് 9 എന്ന് പറയുന്ന ഒരു ബ്ലോക്കുണ്ട്. ഇന്നും അത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെയും മറ്റ് സംഘടനകളുടെയും ഏജൻസികളുടെയൊക്കെ സപ്പോർട്ടോടു കൂടിയാണ് പോകുന്നത്. ഇന്നും ഏകദേശം ഒരുപാട് പ്രായമായ അച്ഛനും അമ്മമാരും ഒക്കെ അവിടെ ഇന്നും ജീവിക്കുന്നുണ്ട്. അത് തന്നെ ലോകത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ലോകത്തിൽ തന്നെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ആൾക്കാരെ സഹായിക്കാനുള്ള ഒരു സംരംഭം ലോകത്ത് തന്നെ ആദ്യമാണ്. അത് ജനറൽ ഹോസ്പിറ്റലാണ് ട്രിവാൻഡ്രത്ത്. അതിനെക്കുറിച്ചിട്ടാണ് ഈ സിനിമയുടെ മെയിൻ ഒരു പ്രമേയം, കണ്ടന്റ്. ബാക്കിയൊക്കെ നിങ്ങൾ പ്രേക്ഷകരായാലും എല്ലാവരും സിനിമ കണ്ടതിന് ശേഷം
അഭിപ്രായം പറയുക. പിന്നെ ഇതിൽ മെയിൻ മുഖ്യമായിട്ടുള്ളൊരു കഥാപാത്രം ചെയ്തിരിക്കുന്ന അഞ്ജലി അമീർ എൻ്റെ 2 വാക്ക് സംസാരിക്കാനായിട്ട്. സുഹൃത്തുക്കൾക്ക് എൻ്റെ നമസ്കാരം. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ആഫിയ എന്നാണ്. ആഫിയ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. എന്താ പറയുക, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്നിൽ എത്തിച്ചേർന്ന ഒരു ക്യാരക്ടറാണിത്. സോ എന്തായാലും കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഞാൻ ഇപ്പോൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്തായാലും ആൻസർ ചെയ്യാം. എനിവേ, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. പ്രീതി. എല്ലാവർക്കും നമസ്കാരം. സാറ് പറഞ്ഞ പോലെ ഇതൊരു ചെറിയ പടമാണ്, പക്ഷേ ഒരു നല്ല സോഷ്യൽ കോസുള്ള മൂവിയാണ്. അപ്പോൾ ഞങ്ങൾ March 1 വേണ്ടി വെയിറ്റിംഗ് ആണ്, എസ്പെഷ്യലി വിത്ത് തിയേറ്റർ പ്രോബ്ലംസ് ആൻഡ് ഓൾ. ഐ ഹോപ്പ് ഞങ്ങൾ പടം ഇറങ്ങും ആൻഡ് അത്യാവശ്യം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എൻ്റെ റിലീസാവുന്ന ആദ്യത്തെ സിനിമയാണ്. പക്ഷേ ഇതെൻ്റെ സിനിമയിലെ 19ാമത്തെ വർഷമാണെന്നുള്ളതാണ് ഒരു സത്യം. 19 വർഷങ്ങൾക്ക് മുന്നേ 2005 ഒരു സീരിയലിൽ അഭിനയിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്നത്. പിന്നെ അതിനുശേഷം അഭിനയം എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല എന്ന് മനസ്സിലാക്കി തിരിച്ച് ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു. ഡയറക്ഷൻ, സ്ക്രിപ്റ്റ്, എഡിറ്റിങ്, ഗ്രാഫിക്സ്, VFXൽ ഫയർഫ്ലൈയിൽ ബാഹുബലി വർക്ക് ചെയ്തു. അങ്ങനെയെല്ലാം തിരിച്ച് കറങ്ങി 18 വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ച് അഭിനയത്തിലേക്ക് വന്നിട്ടുള്ളത്. സോ ഇതൊരു 18 വർഷത്തിന് ശേഷം ഇതൊരു പുതിയ തുടക്കമായിട്ട് കാണുന്നു. ഇത് എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. സോ കൂടുതലൊക്കെ ബാക്കി പിന്നീട് ഇതിലേക്ക് പറയാം. താങ്ക് യു. ഈ അവസരം തന്ന മഞ്ജിത് ഭായിക്കും റഹീം സാറിനും എല്ലാവർക്കും എൻ്റെ വളരെ നന്ദി ആദ്യമേ എന്ന് പറയുന്നു. എങ്ങനെയാണ് സാർ പാടാൻ തീരുമാനിക്കുന്നത്? ആ ഒരു എക്സ്പീരിയൻസ് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമോ? എൻ്റെ ഒരു DYSP ആണ് എൻ്റെ വരി എഴുതിയത്. എൻ്റെ DYSP എന്നുള്ളതിൻ്റെ ഉപരി എൻ്റെ SI ആയിരുന്നു. ഞാൻ അദ്ദേഹം സർവീസിൽ കയറുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ SP ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ പാട്ട് പാടാൻ തീരുമാനിക്കുന്നത്. അതിനു മുമ്പ് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനൊരു പിന്നണി ഗായകനാവാനുള്ള കഴിവ് എനിക്ക് കിട്ടുമെന്നൊന്നും എനിക്ക് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഇതിന് മുമ്പ് എനിക്ക് 1-2-3 അവസരങ്ങൾ വന്നിരുന്നു സിനിമയിൽ പാടാൻ. അപ്പം അതൊക്കെ ഒരു പോലീസ് ഓഫീസർ പാടിക്കുന്നതിൻ്റെ ഒരു കൗതുകം കൊണ്ട് വരികയാണെന്ന് കരുതിയിട്ട് ഞാനത് ഏറ്റെടുത്തിരുന്നില്ല. പോലീസുകാർ എന്നും പോലീസുകാരുടെ ദൗർബല്യമാണ്. ഈ പോലീസുകാരൻ എഴുതിയ വരികൾക്ക് ശബ്ദം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കൊടുക്കാമെന്ന് ഞാൻ ഏറ്റു. വരികൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈണം ശിബു പാടി കേട്ടു, ഡയറക്ടർ പാടി കേട്ടപ്പോൾ എനിക്ക് ഞാൻ പാടണമെന്നുള്ള ആഗ്രഹമായി. പിന്നെ ഇത് പാടി ഒപ്പിക്കാൻ പറ്റുമെന്നുള്ള വെപ്രാളായിരുന്നു. അത് റെക്കോർഡിങ്ങിന് ചെന്നപ്പോൾ ആ വെപ്രാളം മുഴുവൻ അയാളുടെ മുഖത്തുണ്ട്, ഈ മ്യൂസിക് ഡയറക്ടർ. പിന്നെ നേരത്തെ അദ്ദേഹം വളരെ മിതമായിട്ട് പറഞ്ഞെങ്കിലും 2 കടാകടിയും പോലീസ് ഉദ്യോഗസ്ഥരും വന്നിട്ട് പറയുകയാണ് ADGP പാടും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ചോയ്സ് ഇല്ല. പകല് വന്നിരുന്ന് ഉച്ചയ്ക്ക് പാടാൻ നേരത്ത് എവിടേക്കോ ഓടിത്തിരിഞ്ഞ് വന്ന് ശബ്ദമൊന്നും പൊങ്ങുന്നൊന്നുമില്ല. ആദ്യം ഞാൻ ആളുടെ മുഖം കണ്ടു. ഏതോ 2 ഭീകരരൂപികളുടെ മുമ്പിൽ പെട്ടുപോയ ഒരു പാവത്താൻ്റെ ഒരു മാൻപേട്ടയുടെ മുഖമായിരുന്നു. അപ്പോൾ അയാള് ഞാൻ പറഞ്ഞു, കുറച്ച് പാടിയാൽ ശരിയാവും, ഒന്ന് തൊണ്ട ചൂടായാൽ മതി. വളരെ റിസൈൻഡ് ആയിട്ടുള്ളൊരു മുഖമാണ് കണ്ടത്. അതിൽ നിന്ന് ഒരു പാടിക്കഴിഞ്ഞപ്പോൾ ഒരു 5-6 ടേക്ക് കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് നാടൻ ഭാഷയിൽ, ഇപ്പം ഈ നാടൻ മനുഷ്യൻ തന്നെയാണ് ശിവു, അയാളോട് പറഞ്ഞ് ഹമ്മിങ് പാടാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു ഹമ്മിങ് എങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതുപോലെ പാടാമെന്നാണ്. വേണ്ട സാധനങ്ങൾ ചാരികേശി പാടിയാൽ മതി എന്നാണ് എൻ്റെ അടുത്ത്. അപ്പം ചാരികേശി പാടാൻ മാത്രമുള്ള വിവരമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് മുമ്പിലിരിക്കുന്നതെന്നുള്ള ബോധ്യം, പോലീസ് ഉദ്യോഗസ്ഥനല്ല ഗായകനാണ് മുമ്പിലിരിക്കുന്നുള്ള ബോധ്യം ഈ സംഗീത സംവിധായകനുണ്ടായെന്ന് തോന്നിയതാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം. അന്ന് എനിക്ക് തോന്നി എന്നിലെ ഗായകനെയാണ് ഇവർ കണ്ടത്. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, ഇത് ഒരു മിഡാസ് ടച്ചാണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ ശിബുവിൻ്റെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്തൊക്കെയോ സംഗീത രംഗത്ത് ഒരുപാട് അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം
തിരുവയ്യാറ് ത്യാഗരാജോത്സവത്തിന് പോയിട്ട് കച്ചേരി നടത്തിയിട്ടൊക്കെ വന്നു. ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ എന്തോ ഒരു അനുഗ്രഹമുള്ള കലാകാരന്മാരാണ് അവരെല്ലാവരും എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവർ സിനിമാക്കാരല്ല എന്നുള്ളൊരു തോന്നൽ. വെറും സിനിമാക്കാരൊക്കെ മോശമാണെന്നല്ല. സിനിമാക്കാരൊക്കെ നമ്മുടെ മനസ്സിൽ, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ ഒരുപാട് എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരാണെന്ന് ഞാൻ കരുതി പോന്നിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തരായിട്ടാണ് ഞാൻ ഇവരെയൊക്കെ കണ്ടത്. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധാരണ മനുഷ്യൻ്റെ സന്തോഷവും സങ്കടങ്ങളുള്ള ജാടകളൊന്നും ഇല്ലാത്ത, അപ്പോൾ അങ്ങനെയുള്ള ഒരു ടീമിനോട് വർക്ക് ചെയ്യാൻ പറ്റി. പാട്ട് കേട്ടപ്പോൾ എനിക്കും കൊള്ളാമെന്ന് തോന്നി, നിങ്ങൾക്ക് തോന്നി, എനിക്കും തോന്നി. അപ്പോൾ ഇനി എന്നെ കൊണ്ടുള്ള ഉപദ്രവം തുടർന്നുണ്ടാകും എന്നുള്ളൊരു കാര്യമായിട്ട് പറയാനുള്ളത്. തോന്നുന്നിടത്തൊക്കെ ഞാൻ പോയി പാടും. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് പാടാനിടയായത്. പടം ഞാൻ കണ്ടു. ഭയങ്കര ഗാതുരത്തോടർത്തുന്ന ഫീല് തരുന്നൊരു പടമാണ്. ഒരു ട്രാൻസ്ജെൻഡറുടെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ഏട് എങ്ങനെയാണ് പോണത്. അവരുടെ പലപ്പോഴും ഞാൻ പല ട്രാൻസ്ജെൻഡേഴ്സിനോട് സംസാരിച്ചിട്ടുള്ളപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്യൂബർട്ടി, പ്രായം പൂർത്തിയാവുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ ആഘോഷവേളകളാണ്. ഒരു ട്രാൻസ്ജെൻഡറെ സംബന്ധിച്ചിടത്തോളം അതൊരു ട്രോമയുടെ തുടക്കമാണ്. ഏതെങ്കിലും ഒരു ലിംഗനിബദ്ധമായി തന്നെ ജീവിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ എന്താ പറയുക, ഒരു തിരിശേഷിപ്പാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. അതിൻ്റെ ബാക്കിപത്രമാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാത്ത ഒരു ബാല്യവും യൗവനമാണ് അവരെ കടന്നു പോകുന്നത്. അതിൻ്റെ ട്രോമ ഒരു വലിയ പങ്ക് ഈ സിനിമയിൽ ഭംഗിയെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ പലപ്പോഴും കേൾക്കാതെ പോകുന്ന ഒരുപാട് ശബ്ദങ്ങളാണ് വന്ധ്യവയോധികരുടേത്. അങ്ങനെ ഒരു പ്രായമുള്ള ഒരാളുടെ ജീവിതം എങ്ങനെയാണെന്ന്, അങ്ങനെയുള്ള ആൾക്കാർ ഒന്നിച്ച് ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥാന്തരം എന്താണ് ലോകത്ത്, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്നൊക്കെ ഭംഗിയായിട്ട് ചിത്രീകരിക്കാൻ ഈ ചിത്രത്തിൽ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതൊരു തീർച്ചയായിട്ടും ഒരു നല്ല മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന, നമ്മൾ ഈ ഒരുപാട് ശബ്ദിക്കുന്നവരുടെ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. സംസാരിക്കുന്നവർക്ക് മാത്രമേ വിലയുള്ളൂ. നിരാലംബരായിട്ട് നിശ്ചേഷ്ടരായിട്ട് എഴുന്നേറ്റടക്കാൻ പറ്റാതെ കഴിയുന്ന ആൾക്കാരുടെ ശബ്ദമാവാൻ ഈ സിനിമയ്ക്ക് സാധിക്കാൻ പറ്റിയാൽ അതാണ് ഈ സിനിമയുടെ വിജയം. അപ്പോൾ അതിനകത്ത് സിനിമയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേക വിഹ്വലത തോന്നും നമുക്ക് ആ സിനിമ കാണുന്ന സമയത്ത്. ആ വിഹ്വലതയ്ക്ക് ശബ്ദം കൊടുക്കാൻ പറ്റി എന്നുള്ളത്, എനിക്ക് പാട്ട് പാടുമ്പോൾ ഒരു പാട്ട് പാടി സിനിമാ പാട്ടുകാരനായി, സിനിമയിൽ പാടിയ ഒരു പോലീസുകാരനായി എന്നൊക്കെയുള്ളൊരു ചാരിതാർത്ഥ്യമാണ് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഇതിൻ്റെ ടീസർ കണ്ടു, അത് കഴിഞ്ഞ് ഇതിൻ്റെ സിനിമ മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പണ്ട് സിബു ഇവിടെ ഇതേ വേദിയിൽ നിന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ട്, ഞാൻ വലിയ ആളെ പോകുമ്പോൾ എന്നെ മറന്നുപോല്ലേ എന്ന് പറഞ്ഞൊരു തമാശയുണ്ട്. അതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇതെൻ്റെ ശബ്ദം തന്നെയാണോ എന്ന് എനിക്ക് സംശയം തോന്നുന്ന രീതിയിൽ അത് ആ സിനിമയെ നല്ല രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുഴുവൻ ഭംഗിയായിട്ടാണ് സിബു ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ആ സിനിമ കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഈ എളിയ സംരംഭകരെ വിജയിപ്പിക്കണം. ഇതുപോലെയുള്ള സന്ദേശങ്ങൾ ഇനിയും വരാനായിട്ട്. ഞാൻ കുറച്ച് മുമ്പ് പറയായിരുന്നു, നമ്മുടെ ഈ ട്രാൻസ്ജെൻഡർ എന്താണ് എന്നുള്ളത് നമുക്ക് യഥാർത്ഥത്തിൽ അറിയില്ല. നമ്മുടെ പല സിനിമകളിലും ട്രാൻസ്ജെൻഡേഴ്സിനെ ചിത്രീകരിക്കുന്നത് അവസാനിക്കുമ്പോൾ അവർ ഏതെങ്കിലും ഒരു പുരുഷലിംഗത്തിലോ സ്ത്രീലിംഗത്തിലോ എത്തിയാൽ മാത്രമാണ് ജീവിതത്തിൻ്റെ പൂർണ്ണത വരുന്നതെന്ന് കരുതുന്ന എന്താ പറയുക, പൊതുസമൂഹത്തിൻ്റെ പൊതുവിവക്ഷയുമായിട്ട് യോജിച്ചുകൊണ്ടാണ് ആ സിനിമകൾ അവസാനിക്കുന്നത്. ട്രാൻസ്ജെൻഡറിൻ്റെതായിട്ടുള്ള അസ്തിത്വം ഉണ്ടെന്നും അവർക്ക് അങ്ങനെ തന്നെ ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്നും ഉദ്ഘോഷിക്കുന്ന ഒരു സിനിമയും കൂടിയാണിത്. അവരുടെ അസ്തിത്വത്തിനെ മാറ്റിമറിക്കാതെ, അവരുടെ ലിംഗപരമായ ഐഡൻറ്റിറ്റി സമൂഹം നിഷ്കർഷിക്കുന്ന രീതിയിലാക്കാതെ തന്നെ അവർക്കൊരു അസ്തിത്വമുണ്ട്, അവരുടെ സ്വത്വം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു സന്ദേശം കൂടെ ഈ സിനിമ തരുന്നുണ്ട്. ആ തരത്തിലൊക്കെ വളരെ നല്ലൊരു സന്ദേശം കൊടുക്കുന്ന ഒരു സിനിമയാണ്. ഒരുപാട് തമാശയൊന്നും അവകാശപ്പെടാനില്ല, പക്ഷെ എന്നാലും നമുക്ക് നമ്മളെ തന്നെ നോക്കി ചിരിക്കാനുള്ള ഒരുപാട് അവസരം ഈ സിനിമ തരും. നല്ലോണം ഇടപെടുകയും ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അവർ പോലീസ് സേനയിൽ നിന്നൊക്കെ ഒത്തിരി യാതനകൾ അനുഭവിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറവാണെങ്കിലും പക്ഷെ അവരെയും ബഹുമാനിക്കണം, അവരുടെ ഒരു സ്വത്വത്തെ ബഹുമാനിക്കണം എന്ന് സാർ പറയുമ്പോൾ നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു ചിന്തിച്ചിരുന്നത്? 100%. ഞാൻ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് എൻ്റെ ചുമതലയിൽ ഞാൻ പോലീസിൽ ഒരു 10 വർഷത്തോളം ജോലി ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ട്രാൻസ്ജെൻഡർ ഫെസ്റ്റുകൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ട്രിവാൻഡ്രത്ത്. വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രസകരമായ നല്ല കലാകാരന്മാരാണ് എല്ലാവരും, അല്ലെങ്കിൽ കലാകാരികളാണ്. ഇപ്പം നമുക്കിപ്പം ഈ ലിംഗഭേദമെല്ലാം സംസാരിക്കാൻ ഭാഷ പോലും കൈമോശം വന്നിട്ടൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇവർക്ക് ഞാൻ വളരെ രസകരമായിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് ഓർഗനൈസ് ചെയ്തപ്പോൾ കുറേ നേരം ഞാൻ സ്റ്റേജിൽ ഇവരുടെ പരിപാടി കണ്ടു, ഇവരെ കുറിച്ച് പ്രസംഗിച്ച ശേഷം ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ബാത്റൂം പോകണമെന്ന് പറഞ്ഞു, ടോയ്ലറ്റ് യൂസ് ചെയ്യണം. അപ്പം ഞാൻ ചെന്നപ്പോൾ കാണുന്ന ശരി ഇവരെല്ലാവരും 2 ടോയ്ലറ്റിലും ഉപയോഗിക്കുന്നുണ്ട്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെ ടോയ്ലറ്റ്. അവർക്ക് ആ വ്യത്യാസമില്ലാത്തവർ, അവർക്ക് ലിംഗഭേദ, അവർ പെട്ടെന്ന് ഡാൻസിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ അവർ 2 ഇറങ്ങി തന്നോണ്ട് സാർ ഏതിലോട്ട് പോയിക്കോ പറഞ്ഞു. ഞാൻ പറഞ്ഞു സുഹൃത്തുക്കളെ എനിക്ക് സ്ത്രീകളുടെ രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് വാർത്തയാവും, എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഞാൻ അപ്പോഴാണ് ഇവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. ഞാൻ അന്ന് അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കുകയുണ്ടായി. പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയും, നമ്മൾ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് നമ്മുടെ ധാരണ എന്താ വെച്ചാൽ മെയിൽ, ഫീമെയിൽ കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ ഒരു ജെൻഡറാണെന്ന്. അതിനല്ല, ഒരുപാട് ഞാൻ മനസ്സിലാക്കിയത് 72 odd shades of transgenders. ഒരു ട്രാൻസ്ജെൻഡറുടെ ട്രോമ ആയിരിക്കില്ല അടുത്ത ട്രാൻസ്ജെൻഡറുടെ ട്രോമ. ഒരാളുടെ സമൂഹത്തിലേക്കുള്ള ബിലോങ്ങിങ്നെസ്സിനുള്ള ബുദ്ധിമുട്ടായിരിക്കില്ല വേറൊരാളുടെ. ദേ ഡോണ്ട് ബിലോങ് എന്നുള്ള ഫീലിംഗ് സമൂഹം നിരന്തരം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ ഫിസിക്കൽ ആയിട്ടുള്ള ബോഡി എൻസൈംസിൻ്റെയും മെൻ്റലായിട്ടുള്ള മാനസികമായിട്ടുള്ള വ്യതിയാനങ്ങളുടെയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ 72 തരം ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഓരോരുത്തരുടെയും പ്രോബ്ലംസ് യുണീക്കായിരിക്കും. ഞാൻ മുമ്പ് ഒരാളെ പരിചയപ്പെട്ടിരുന്നു. പിന്നെ നമ്മുടെ കേരള സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ സമൂഹങ്ങൾ, ഇപ്പോൾ കേരളത്തിൽ താങ്കൾ പറഞ്ഞു ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ആക്സെപ്റ്റൻസ് കൂടുതലായിട്ടുണ്ടെന്ന്. ശരിയാണ്. പക്ഷെ ഇതിന് വളരെ മുമ്പ് വരെ, തൊട്ടടുത്ത കാലം വരെ തീർത്തും ആക്സെപ്റ്റൻസ് ഇല്ല. ഇപ്പോഴും ഉള്ളുകൊണ്ട് ആക്സെപ്റ്റൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഒരു പരിധി വരെ. അപ്പോൾ ഈ ഞാനൊരു വ്യക്തിയെ പരിചയപ്പെട്ടതെന്ന് വെച്ചാൽ കോയമ്പത്തൂരിലൊരു വ്യക്തിയെ വിളിച്ചു. ഞാനിപ്പോൾ ഇന്ന് അഞ്ജലിയൊക്കെ ആയിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടുന്ന ഇപ്പോൾ സ്ത്രീയായിട്ട് ജീവിക്കുകയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം ജനിച്ചത് പുരുഷനായിട്ടാണ്. അസ്തിത്വം ഇല്ലാത്തൊരു വ്യക്തിക്ക് മാത്രമേ ഇതിൻ്റെ വിഷമം എന്താണെന്ന് മനസ്സിലാവും. നമുക്ക് ഈ അസ്തിത്വം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മളിപ്പോൾ പോലീസ് പിടിക്കുന്നു, നമ്മളോട് ചോദിക്കുന്നു നിങ്ങളുടെ ലൈസൻസ് എവിടെ, നമുക്കൊരു ലൈസൻസ് എടുത്ത് കൊടുക്കാനുണ്ട്, ആധാർ എവിടെ, ആധാർ കൊടുക്കാനുണ്ട്, ഇല്ലെങ്കിൽ ആധാറില്ല ഞാൻ പോയി എടുക്കണം എന്ന് പറയാനുള്ള ഒരു ആർജവം നമുക്കുണ്ട്. ഇങ്ങനെ പറയാൻ പറ്റാത്ത ഒരു പറ്റം വ്യക്തികളുടെ ജീവിതം എങ്ങനെയാണെന്ന് ഞാൻ അടുത്തറിഞ്ഞിട്ട് തന്നെയുണ്ട്. ആ സാഹചര്യത്തിലാണ് എനിക്ക് അഞ്ജലി പരിചയപ്പെടാനും ഈ സിനിമയായിട്ട് വർക്ക് ചെയ്യാനൊക്കെ പറ്റിയത്. അപ്പം അഞ്ജലി ഞാൻ കൂടുതൽ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്നവരും ഐ എം ഗെറ്റിംഗ് ടു നോ ഹർ മോർ. അപ്പോൾ അത് ഞാനിപ്പം മനസ്സിലാക്കി വെച്ചതിനേക്കാളും കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ഇവരെ കുറിച്ച് ഇനി അറിയാനുണ്ടാവും. അറിയുന്നതനുസരിച്ച് ഈ എംപത്തൈസ് ചെയ്യുന്ന രീതിയിൽ ആൾക്കാർ മാറേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ മാറുന്നതനുസരിച്ചിട്ട് പോലീസ് സേനയിൽ നിന്നല്ല, എല്ലായിടത്തും നിയമങ്ങളില്ല. പറഞ്ഞ മനസ്സിലായി. ഇപ്പം നമ്മൾ ഒരു വിചിത്രമായൊരു ഉത്തരവ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ എന്താ പറയുക ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് പണം അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവുണ്ടായിരുന്നു. രസം എന്ന് വെച്ചാൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് 5 വയസ്സ് വരെ ഇവർക്ക് ട്രോമയേ ഇല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. അവർക്ക് ആ ഒരു പ്രശ്നമേ ഇല്ല. അവർ കുഞ്ഞുങ്ങളാണ്. അവർ സ്റ്റാർട്ട്സ് അറ്റ് പ്യൂബർട്ടി. ഇതുപോലും അറിയാതെയാണ് പലപ്പോഴും പല ഉത്തരവുകളും കാര്യങ്ങളൊക്കെ മുമ്പുണ്ടായിട്ടുള്ളത്. ഇപ്പൊ വലിയ മാറ്റം വരുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ തീർച്ചയായിട്ടും പറയുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാർഗദർശകമായിട്ടുണ്ട് ഇക്കാര്യത്തിൽ. ഇവിടുന്ന് കർണാടകത്തിൽ പോയി താമസിക്കുന്ന ആൾക്കാരുണ്ട്.
ഞാൻ ഒരിക്കൽ ബാംഗ്ലൂർ നമ്മുടെ മുമ്പ് ഒരു ഹൈക്കോടതി ജഡ്ജ് ഉണ്ടായിരുന്നു. മാഡം അവിടെ ഇവരുടെ ഒരു കൂട്ടായ്മ ഓർഗനൈസ് ചെയ്ത് ഞാൻ അവിടെ പോയി ഇവരെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിലുള്ള ഒരുപാട് പേരെ അവിടെ കാണാം. ഇങ്ങനെയുള്ളവർ ഒന്നിച്ച് ജീവിച്ചാൽ ഇവര് കുറ്റവാളികളാണ് എന്നുള്ള മുൻവിധിയോടുകൂടിയാണ് പലപ്പോഴും നമ്മൾ അവരെ കാണുന്നത്, അല്ലെങ്കിൽ അസാൻമാർഗികളാണ്. അത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പൊതുവിവക്ഷകൾക്ക് മാറ്റം വരേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. അപ്പം അത് എനിക്ക് മുമ്പേ ആ ധാരണയുള്ളത് തന്നെയാണ്. ഞാൻ അത്ര കുഴപ്പക്കാരനല്ല. പിന്നെ ഇങ്ങനെ ഒരു സംരംഭത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയപ്പോൾ അത് എന്താ പറയാ, അതിന് ഉപോത്ബലകമായിട്ട് ഈ പഴയ ചിന്തയൊക്കെ വന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം. അഞ്ജലിയുണ്ട്. അതിനുശേഷം പിന്നീട് ഒരു അമ്മു എന്ന് പറഞ്ഞ സിനിമയാണ് തമിഴിലെ ഒരു സിനിമ വന്നത്. അപ്പം അഞ്ജലിയുടെ ഓരോ സിനിമ അമ്മു ആക്ച്വലി തെലുങ്ക് മൂവി ആയിരുന്നു. തമിഴിൽ അത് വന്നിട്ടുണ്ടായിരുന്നു. തമിഴ് ബൈലിംഗലാണ്, 3 ലാംഗ്വേജസിൽ ഉണ്ടായിരുന്നു, 3 or 4 ലാംഗ്വേജസിൽ. അതിനുശേഷം വീണ്ടും അഞ്ജലി വീണ്ടും ആക്റ്റീവ് ആവും. അഞ്ജലി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഒരുപാട് പ്രേക്ഷകരുണ്ട് അഞ്ജലിയുടെ ബാക്ക് ടു സിനിമകൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ. അപ്പം ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കും? നല്ല കഥാപാത്രത്തിന് വെയിറ്റ് ചെയ്യുന്നതാണ്, അത് മനഃപൂർവ്വം അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുന്നതാണ്? എനിക്ക് തോന്നുന്നു ഞാൻ പേരൻപിന് ശേഷമാണ് 14-ാം അധ്യായം, സുവർണ പുരുഷൻ, സൂചിയും നൂലും, കാതൽ കഥയും 4 മൂവി ചെയ്തിരുന്നു. സോ OTT-ലും അല്ലാതെയൊക്കെ റിലീസ് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ശരത്തും ഞാനും ചെയ്തതായിരുന്നു ബർണാഡ്. ഇപ്പൊ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇയാളിപ്പോ പറഞ്ഞ പോലെ അമ്മൊക്കെ കണ്ടവര് വിരളമാണ്, ബിക്കോസ് അവർ തെലുങ്ക് മൂവി ആയിരുന്നു. പിന്നെ ഇപ്പൊ സുയൽ ദ വെട്രിക്സ് എന്ന് പറഞ്ഞതിന്റെ സെക്കൻഡ് സീസണിൽ ഞാനൊരു ലീഡ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ TS സുരേഷ് ബാബു സാറിന്റെ DNA എന്ന് പറഞ്ഞ മൂവി ഇപ്പൊ ചെയ്തിട്ടുണ്ട്. സോ വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ എന്താ പറയാ, അതർ ലാംഗ്വേജസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടായിരിക്കും കേരളത്തിൽ അറിയാതെ പോയെന്ന് തോന്നുന്നു. സോ ഇപ്പോഴാണ് കുറച്ചും കൂടെ മലയാളം ചെയ്യണം എന്നുള്ളത് തോന്നിയത്. പിന്നെ ക്യാരക്ടർ സെലക്ഷൻ ഞാൻ നോക്കുന്നുണ്ട്. സത്യത്തില് ടിപ്പിക്കലായിട്ട് ഒരേപോലെയുള്ള ക്യാരക്ടേഴ്സ് വേണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു എനിക്ക്. എനിക്ക് കൺവേ ആയില്ല ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു താരതമ്യേന മലയാളത്തില് ഇപ്പൊ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഇപ്പൊ തമിഴിലാണെങ്കിൽ കുറച്ചും കൂടെ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താന്ന് വെച്ചാൽ ഇപ്പൊ അടുത്ത വീട്ടിലൊരാളായിട്ടോ അല്ലെങ്കിൽ ഒരു ടീച്ചറായിട്ടോ ഇല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു വർക്കറായിട്ടോ ഒക്കെ ഒരു ട്രാൻസ്പേഴ്സനെ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ പല ലാംഗ്വേജിലും. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവുണ്ട് എന്ന്. സോ എനിക്ക് തോന്നുന്നു ഇല്ലെങ്കിൽ ഇപ്പോ നോർമലി ഉള്ള മെൻസ് വരെ സിസ്റ്റൻഡർ പല ട്രാൻസ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിസ്റ്റൻഡേഴ്സ് ക്യാരക്ടർ ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള പേഴ്സൺസിന് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത് കുറച്ചും കൂടെ അവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബട്ട് പലരും അതിനെക്കുറിച്ച് കാലഘോഷമായി ചിന്തിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു അവസരത്തിന്റെ ആ ഒരു ദൗർബല്യം വരുന്നത്. അഞ്ജലി ബിഗ് ബോസ് പോലെയുള്ള വലിയ ഷോകളിൽ പങ്കെടുത്ത വ്യക്തിയാണ് താങ്കൾ. അപ്പം ബിഗ് ബോസിന്റെ സീസൺ 6 വരാൻ പോകുന്നു. അതിന് മുൻപായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പം വിവാദമായിട്ട് വരുന്നുണ്ട്. ബിഗ് ബോസിന് മുന്നേ മത്സരാർത്ഥികൾ പരസ്പരം അറിയുകയും മീറ്റിംഗ് കൂടുന്നു, സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, ഗെയിം പ്ലാൻ ഉണ്ടാക്കുന്നു എന്നൊക്കെ. ഈ ഒരു കാര്യത്തോട് അഞ്ജലിയുടെ പ്രതികരണം എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യത്തെ സീസണിൽ എനിക്ക് തോന്നുന്നു 2017-2018 സമയത്താണ് പോകുന്നത്. സോ എനിക്ക് ആ സമയത്തൊന്നും ബിഗ് ബോസിനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ ഇപ്പോഴത്തെ പോലെ പ്രഡിക്ഷൻ ലിസ്റ്റോ അങ്ങനെയൊന്നും വരുന്നുമില്ലായിരുന്നു. ഓരോ ചാനൽസിലോ ഓൺലൈൻസിലോ ഒന്നും അങ്ങനെയുള്ള പ്രഡിക്ഷൻ ലിസ്റ്റ് വരുന്നില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒന്നുകൂടെ എന്താ പറയാ, ആരാ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ള മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറെ കൂടി ഉണ്ട്. സോ സ്ക്രിപ്റ്റ് എന്തായാലും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എങ്ങനെയാണോ അതേപോലെ ബിഹേവ് ചെയ്യാനേ പറ്റും അവിടെ. പിന്നെ എനിക്ക് അവിടെ ഫീൽ ചെയ്ത കാര്യം എന്താന്ന് വെച്ചാല് അവര് ഇപ്പൊ ഒരു പേഴ്സണിന് ഒരു 5-6 പേര് പുറമെ നിന്ന് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡ് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ഗെയിം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ മൈൻഡിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യം വരെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീം പുറത്തുണ്ട്. സോ അങ്ങനെ വരുന്ന ഗെയിംസിലൂടെയാണ് പല ക്ലാഷസും വരുന്നത്. അതുകൊണ്ട് പുറമെ നിന്ന് കാണുന്നവർക്ക് അത് സ്ക്രിപ്റ്റിംഗ് ആണെന്ന് തോന്നുന്നതാണ്. പക്ഷെ അവര് റിയൽ ലൈഫ് തന്നെയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ട്രെയിലർ ഒന്ന് ലോഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ചെയ്യാം. ഞാൻ ബഹുമാനപ്പെട്ട ലിസ്റ്റിൽ
1-ാം തീയതി പടം തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള അനുവാദം തന്നിട്ടുണ്ട്. അപ്പോൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. തിരിച്ചുകൊടുക്കുന്നു 2 വാക്ക് അവസരം. വളരെയധികം സന്തോഷം. ഇതിൽ എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴാണ് തോന്നിയത് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് അഭിനയിച്ച അതായത് വിനീതിനെ ഞാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത്. പിന്നീട് നോക്കുമ്പോൾ വിനീത് ഇതിൻ്റെ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുവാണ്. വളരെയധികം സന്തോഷം. തിയേറ്ററുകൾ വലിയ സമരത്തിലൊന്നും അല്ല, അതുകൊണ്ടിട്ട് 1-ാം തീയതി പടം റിലീസ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. ഇത്രയും നേരം അതിൻ്റെ ഒരു വലിയ മീറ്റിംഗ് പോയിക്കൊണ്ടിട്ട് ഇരിക്കുമായിരുന്നു, ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ടിട്ട് സിനിമ നന്നായിട്ട് പോയിക്കൊണ്ടിട്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. അതുകൊണ്ട് 2024 4 പടങ്ങൾ വലിയ ഹിറ്റായിട്ട് എല്ലാ തിയേറ്ററിലും ഓടിക്കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സമരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഞങ്ങളിങ്ങനെ പടങ്ങൾ റിലീസ് ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ പിന്നിലും പ്രവർത്തിച്ച ക്രൂ മെമ്പേഴ്സിനും പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും സാറിനും എല്ലാം ഒരു വലിയ ആശംസ നേരുകയാണ്. താങ്ക് യു.